ഹണി റോസ് എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഒരു ഇഞ്ച് പോലും സർക്കാസമോ വ്യംഗ്യമോ ഉണ്ടാവില്ല, ഒരു ഇഞ്ച് പോലും ആഭാസം ഉണ്ടാകില്ല. മുമ്പ് ഹണി റോസിനെ എത്ര സ്ട്രോങ് ആയി വിമർശിച്ചോ അതേപോലെ വിമർശിക്കും. ആ വിമർശനത്തിന്റെ സ്ട്രെങ്ത് ഒരിഞ്ച് കൂടില്ല, ഒരിഞ്ച് കുറയില്ല. കാര്യം ഹണി റോസിനെ ഞാൻ വിമർശിക്കുന്നത് ഹണി റോസ് എന്നെ എന്തെങ്കിലും പറയുന്നതുകൊണ്ടല്ല. ഹണി റോസിനെ വിമർശിക്കുന്നതിന്റെ പിന്നിൽ സമൂഹത്തിന്റെ താല്പര്യങ്ങളാണ്. സമൂഹത്തിൽ മാന്യതയും മര്യാദയും ഉണ്ടാകണമെന്ന താല്പര്യമാണ്. വസ്ത്രധാരണത്തിൽ മാന്യത വേണമെന്ന താല്പര്യമാണ്. അപ്പൊ ഹണി റോസിന്റെ പരാതി നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. രാഹുൽ ഈശ്വർ, ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വളരെ വിഷമമുണ്ട്. അത് ചുമ്മാ പറയുന്നതല്ല. രാഹുൽ ഈശ്വർ നേരിട്ടേ പറയൂ, ഒരു കാര്യവും വളഞ്ഞു കുത്തി പറയില്ല. കയ്യിൽ മാത്രമല്ല മനസ്സിലും ഗാന്ധിജിയെ പച്ച കുത്തിയിരിക്കുന്ന ഒരു ഗാന്ധിയനാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ സർക്കാസമോ വ്യംഗ്യമോ ഒന്നും പറയില്ല. ഹണിയുടെ കുടുംബത്തിന്, ഹണിയുടെ അച്ഛനമ്മമാർക്ക് എങ്ങനെ വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു. ഒരു വരി പോലും ഞാൻ പറഞ്ഞതിന് പിൻവലിക്കുകയല്ല, പക്ഷെ നിങ്ങളുടെ വിഷമത്തെ ബഹുമാനിക്കുന്നു. ആ വിഷമം ഉണ്ടെന്ന് കേട്ടതിൽ എനിക്കും വിഷമമുണ്ട്. ഒരു പെൺകുട്ടിക്ക്, ഒരു കലാകാരിക്ക്, അഭിനേത്രിക്ക് വിഷമം ഉണ്ടായതിൽ വിഷമമുണ്ട്. അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ്. ഞാൻ ഓരോ വരിക്കും മറുപടി പറയും. അതെങ്ങനെയാ ഞാനാകുന്ന ഹണിയോട് ബോച്ചെ പറഞ്ഞത് തെറ്റാണെന്നും ബോച്ചെ മാപ്പ് പറയണമെന്നും പറഞ്ഞ ഞാൻ എങ്ങനെയാണ് ഹണിയുടെ വിഷമത്തിന് കാരണക്കാരനാകുന്നത്? ശരിയാണോ നമുക്ക് നോക്കാം. ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു. യോജിക്കുന്നു. ഹണി പരാതി കൊടുത്തതിനോടൊന്നും വിയോജിപ്പില്ല. അത് ബോച്ചെ ചെയ്തത് ശരിയല്ല, ബോച്ചെ ചെയ്തത് തെറ്റാണ്, ബോച്ചെ മാപ്പ് പറയണം. പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡ് ആക്കുകയും ചെയ്തു. അതായത് നമ്മുടെ ബോച്ചയെ റിമാൻഡ് ആക്കുകയും ചെയ്തു. ശരിയാണ്, പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ്. അതൊക്കെ ഫാക്ച്വൽ കാര്യങ്ങളാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യപ്പെടുകയും ആണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. ഹണിയെ ഇഷ്ടത്തോടെ ബഹുമാനത്തോടെ പറയട്ടെ, ഹണി പറയുന്ന ഈ വാക്കുകളുടെ ഗ്രാവിറ്റി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഗ്രാവിറ്റി ഉള്ള വാക്കാന്നറിയണം, അതായത് എത്ര കടുപ്പമുള്ള വാക്കാന്നറിയണം. ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോളിവുഡിൽ ദാവൂദ് ഇബ്രാഹിം അടക്കമുള്ള മാഫിയകളടക്കം ചെയ്യുന്ന കാര്യത്തെയൊക്കെയാണ് ഈ ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്. അത് വളരെ വളരെ രൂക്ഷമായൊരു വാക്കാണ്. ആ ഓർഗനൈസ്ഡ് ക്രൈമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സസ് അബൌട്ട് വൺസ് അറ്റയർ. 100% ശരിയാണ്. ആർട്ടിക്കിൾ 19 താഴെയുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി വരുന്നതാണ്. പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് ഡീസൻസി ആൻഡ് മൊറാലിറ്റി. മൊറാലിറ്റിയെ ഹണിയുടെ ലെഫ്റ്റ് ലിബറൽ ഫ്രണ്ട്സ് പറഞ്ഞു തരും. മൊറാലിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണ്. എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡീസൻസി അല്ലല്ലോ. അപ്പൊ ഡീസൻസി എന്ന വാക്കുണ്ട്. ശരിക്കും മൊറാലിറ്റിക്ക് എത്തിക്സ് എന്ന് തന്നെയായിരുന്നു ആദ്യം അതിന്റെ മീനിങ്. നമ്മുടെ ഈ ലെഫ്റ്റ് ലിബറലുകൾ കാലാന്തരത്തിൽ മാറ്റി വ്യാഖ്യാനിച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണെന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും അല്ല. പോട്ടെ, ഇനി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഡീസൻസി എന്നൊരു ക്ലോസ് ഉണ്ട്. ഹണി മറക്കരുത്. Indian Constitution protects an individual's right to privacy and personal autonomy. ഇല്ലെന്ന് ആര് പറയുന്നു? Which encompasses the right to choose what to wear. ഹണി എന്ത് ധരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ ധരിക്കുന്നതിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യാനും വിമർശിക്കാനും സഭ്യമായി വിമർശിക്കാനും മാന്യതയോടെ വിമർശിക്കാനും എനിക്കും അധികാരമുണ്ട്. ഹണിക്കെതിരെ ഞാൻ ലൈംഗിക ചുവയോടെയോ അല്ലെങ്കിൽ വൃത്തികേടോ എവിടെങ്കിലും ഒരു സ്ഥലത്തു എന്ന് പറഞ്ഞാൽ എന്നെ വിചാരണയില്ലാതെ ജയിലിലിടാൻ ഞാൻ ഒരുക്കമാണ്, അല്ലെങ്കിൽ പോലീസുകാർ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഹണിയെ ഞാൻ ഇനിയും വിമർശിക്കും, മുമ്പും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അത് ബഹുമാനത്തോടെയുള്ള കലാപരമായ വിമർശനങ്ങളാണ്. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഹണിക്ക് കഴിയണം. ഇന്ത്യൻ പീനൽ കോഡ് ഡസന്റ് ഹാവ് എനി സ്പെഷ്യൽ പ്രൊവിഷൻ റെസ്ട്രിക്റ്റിംഗ് ഓർ റെഗുലേറ്റിംഗ് ക്ലോത്ത് ചോയ്സസ്. ഹണിയുടെ ക്ലോത്ത് ചോയ്സസ് ഒന്നും ആരും റെഗുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അത് വരുമ്പോൾ ചില സ്ഥലങ്ങളിൽ സഭ്യത, മാന്യത, മര്യാദ, ഡീസൻസി തുടങ്ങിയ കാര്യങ്ങളെ ലംഘിക്കുന്നു എന്ന വ്യാപകമായ തോന്നലുള്ളത് ഹണിയൊന്ന് അംഗീകരിച്ചാൽ മതി. ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ, എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ എൻ്റെ തൊഴിലിന് നേരെ വരുന്ന ഭീഷണികൾ, തൊഴിൽ നിഷേധ ഭീഷണികൾ, അപായ ഭീഷണികൾ, അശ്ലീല ദ്വയാർത്ഥ അപമാന കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. ഹണിക്കെതിരെ ആരെങ്കിലും അങ്ങനെ അസഭ്യം പറയുന്നുണ്ടെങ്കിൽ, ആഭാസം പറയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഹണിയോടൊപ്പം ഉണ്ട്. ഹണി പറഞ്ഞാൽ അവർക്കെതിരെ പരാതി കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഹണിക്കെതിരെ ഏതെങ്കിലും ഒരു പരാമർശം മിസ് ഹണി റോസിനെതിരെ അങ്ങനെ വൃത്തികേടോ മോശമായോ, വിമർശനമല്ല കേട്ടോ, മോശമായ അധിക്ഷേപകരമായ പരാമർശം വരുന്നെങ്കിൽ ഹണിയോടൊപ്പം നിന്ന് പോരാടാൻ ഞാൻ അതിന് തയ്യാറാണ്.
എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണം ഞാനല്ല ഹണി. ഞാൻ ഹണിയുടെ വസ്ത്രധാരണത്തെയും ഡ്രസ് ചോയ്സസിനെയും അതിന്റെ ഇമ്മോഡസ്റ്റി അല്ലെങ്കിൽ മോഡസ്റ്റി ഇല്ലായ്മയുമാണ് വിമർശിക്കുന്നത്. കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മഹത്യ എന്നൊക്കെ പറയുന്നതേ വളരെ ഗൗരവമുള്ളൊരു ഗ്രാവിറ്റിയുള്ള കാര്യമാണ്. എനിക്കങ്ങനെ പറയാൻ തോന്നിയതിൽ എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ മാനസിക സമ്മർദ്ദം ഹണി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാനസിക സമ്മർദ്ദത്തോട് അതിനോട് എന്താ പറയുക, ആ വിഷമം കൂടെ രേഖപ്പെടുത്തുന്നു. ആത്മഹത്യ എന്നൊക്കെ പറയാം, എനിക്കത് എന്താ പറയണേ, ഹണിയുടെ ആ വിഷമത്തിൽ പങ്കുചേരുന്നു. കാര്യം അത്തരം വാക്കുകളൊക്കെ ഹണി എന്താ പറയണ ഒരു ഇമോഷണൽ കാര്യത്തിന് പോലും അങ്ങനെ അതൊന്നും ഉപയോഗിക്കരുത്. ഹണിയൊക്കെ സമൂഹത്തിൽ, ഹണിയും ഞാനും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ആയ ഒരു സമൂഹത്തിൽ നിന്ന് വരുന്ന നമുക്കൊക്കെ ഒരുപാട് സപ്പോർട്ടിങ് എക്കോസിസ്റ്റം ഉണ്ട്. മാതാപിതാക്കളും കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അതായത് ഹണിയോടൊപ്പം ഈ നാട്ടിലെ എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കുമ്പോൾ, മുഖ്യമന്ത്രി ഹണിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ, കോടതികളടക്കം ഹണിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുമ്പോൾ, ഈ മീഡിയയും സോക്കോൾഡ് എസ്റ്റാബ്ലിഷ്മെന്റും എല്ലാം ഹണിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും എനിക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ഹണിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു പറയല്ലേ, അതൊക്കെ ഹണിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞോട്ടെ. പക്ഷെ അതെനിക്കത് കേട്ടപ്പം വിഷമമുണ്ടെന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുമ്പോട്ട് വരാൻ മടിക്കും. പരാതി ജെനുവിൻ ആയിരിക്കണം. നിവിൻ പോളിക്കെതിരെ കൊടുത്ത കള്ളപ്പരാതി പോലെ ആകരുത്, അത്രമാത്രമേ ഉള്ളൂ. അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത്. താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ PR ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ്. ഞാൻ ബോച്ചയോട് വ്യക്തിപരമായി സംസാരിച്ചിട്ട് പോലും കഴിഞ്ഞ വർഷം എന്തുവാണ്. ഇത് ബോച്ചയുടെ പ്രശ്നമല്ല. ഹണി മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ പുരുഷന്മാർക്കെതിരെ വ്യാപകമായ പരാതികളും കള്ളപ്പരാതികളും ഒക്കെ വരുന്നുണ്ടെന്നാണ്. ഞാനൊരു മെൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ പുരുഷവാദിയായ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ അത് തടയുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്റെ മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട്, എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട്, എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ പോർവിളികൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടി കൈക്കൊള്ളുന്നു. ഹണി എഴുതുമ്പോൾ ഹണിക്ക് ആരെങ്കിലും എഴുതി തന്നാണോ എന്ന് എനിക്കറിയില്ല. ഹണി എഴുതുമ്പോൾ ഹണിക്ക് ഏതെങ്കിലും അഡ്വക്കേറ്റ് ആയിരിക്കും, ഒരു അഡ്വക്കേറ്റിന്റെ ഭാഷ വരുന്നുണ്ട്. ഹണി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് പറയുന്നതിന് എന്തെങ്കിലും വേണ്ടേ? അതായത് എന്നെ അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ ഭാഗം അതിൻ്റെയൊക്കെ ഉത്തരവാദി ഞാനാണെന്ന് ഹണിയെ ഞാൻ അപായപ്പെടുത്തുമെന്ന് എവിടെന്നെങ്കിലും പറഞ്ഞു? ഹണി പറയുന്നതിന് എന്തെങ്കിലും ഒരു മനസാക്ഷി വെച്ച് പറയണ്ടേ? ഇത് വായിക്കുന്ന ആൾക്കാർക്കും കൂടെ സാധാരണ ജനങ്ങൾക്കും വിശ്വാസം വരണ്ടേ? ഹണിക്ക് നേരെ ആരെങ്കിലും ഭീഷണി, അപമാനം, അസഭ്യം പറഞ്ഞാൽ ഹണിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കണം, ഹണിക്കെതിരെ കൂടെ ഉണ്ടാകും, അവർക്ക് നിന്ന് പരാതി കൊടുക്കാം. ഇപ്പോഴും പറയുന്നത് ബോച്ച അധിക്ഷേപമല്ല, ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗമാണ്. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അതായത് ദ്വയാർത്ഥം വേറെ, അധിക്ഷേപം വേറെ, അപമാനം വേറെ, ഭീഷണി വേറെ, ഇതിലൊക്കെ ന്യൂആൻസ്ഡ് ഡിഫറൻസുകളുണ്ട്. ഹണിക്കെതിരെ അപായപ്പെടുത്തുമെന്നും ആക്രമിക്കുമെന്നുള്ള വരുന്നതിന് ഞാനാണ് ആഹ്വാനം ഞാൻ നടത്തി എന്നൊക്കെ ഹണി പറയുന്നതേ. സീരിയസ് ആയി ഹണി ചിന്തിക്കണം കേട്ടോ. ഞാൻ സർക്കാസം ഒന്നുമല്ല, സീരിയസ് ആയി ചിന്തിക്കണം. ഇൻസൾട്ടിംഗ് ഓർ മേക്കിംഗ് derogatory comments about a woman's dressing in public, including on social media, considered as a form of harassment or cyberbullying, which is punishable under various laws in India. Cyberbullying, especially when orchestrated by a person or PR agency, is considered a form of organized crime in India. ഏതോ അഡ്വക്കേറ്റ് എഴുതി കൊടുക്കുന്നതാണ് ഇതൊക്കെ. ഈ അഡ്വക്കേറ്റ്സ് ഒക്കെ ഹണിയെ മാക്സിമം കേസിലേക്ക് പെടുത്തി അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് കൂടെ ഹണി ആലോചിക്കണം. കാര്യം ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും ആരും എഴുതില്ല. Using public media to trigger a cyber attack on someone based on the appearance or dressing is also an organized crime. രാഹുൽ ഈശ്വർ മാപ്പ് അർഹിക്കുന്നില്ല. ഹണി വർഗീസും കുടുംബവും, അതിൽ കുടുംബം എന്ന് പറഞ്ഞതിനോട് ബഹുമാനിക്കുന്നു, കുടുംബത്തെ ആദരവുണ്ട്. കുടുംബത്തെ ഒരു കാരണവശാലും ഈ വിമർശനത്തിലേക്കും ഡിബേറ്റിലേക്കും നമ്മൾ കൊണ്ടുവരരുത്. ഹണിയോടുള്ള വിമർശനം ഇനിയും തുടരും, പക്ഷേ കുടുംബത്തെ അങ്ങേയറ്റം ബഹുമാനമാണ്. ഹണിയുടെ കുടുംബത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ നാഷൻ്റെ നിന്നും മറ്റും കേട്ടിട്ടുള്ളത്. ഹണി മനസ്സിലാക്കേണ്ടത്, ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെ കേരളീയ സമൂഹത്തിൽ ഒരു വിമർശനം നിൽക്കുന്നുണ്ട്. ആ വിമർശനം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഞാൻ ഈ വിമർശനം തുടങ്ങി വെച്ച ആളല്ല, ഞാനല്ല ആദ്യം ഈ വിമർശനം ഉള്ള ആളും. ഹണിയോട് ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് തുടങ്ങും. ഹണി എന്ന കലാകാരി പ്രഗത്ഭയായി കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരിക, നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് തിരിച്ചു വരിക. ഹണി എന്ന കലാകാരി ഇനോഗ്രേഷനും കഥാപാത്രങ്ങളും മികച്ച അവാർഡുകളും ഒക്കെ നേടി, അല്ലെങ്കിൽ സിനിമയിൽ മികച്ച രംഗത്ത് മുന്നേറാൻ കഴിയട്ടെ. ഹണി ഇത്തരം വിവാദങ്ങളിൽ
അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ല മുമ്പോട്ട് പോകേണ്ടത്. ഹണി കേസ് കൊടുത്തോളൂ, ഹണിയുടെ താല്പര്യമാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്, ഞാൻ തന്നെ കേസ് വാദിക്കും, ആ കാര്യത്തിന് സംശയമില്ല. ചില ആൾക്കാർ മറുപടി കൊടുക്കാൻ വൈകിയത് എന്തേന്ന് ചോദിക്കുന്നുണ്ട്. മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്, എൻ്റെ മോൻ യാഗ് എന്നാണ് പേര്. മോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, മോന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇന്നലെ, അതിന്റെ ഭാഗമായി കുറച്ച് താമസിച്ചാണ്. ഹണി ഇതിനൊരു മറുപടിയായിട്ട് എടുക്കണം, സീരിയസ് ആയിട്ട് എന്നെ വിമർശനങ്ങളെ കാണണം. കേസ് നമുക്ക് കോടതിയിൽ കാണാം, അതിന് പ്രശ്നമില്ല. പക്ഷേ ഗൗരവത്തോടെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞുകൂടാ, ഒരു പരിചയക്കാരൻ്റെയോ ഒരു പൊതുസമൂഹത്തിലെ വ്യക്തിയുടെ പരിചയക്കാരെന്ന് പറഞ്ഞുകൂടാ, പൊതുസമൂഹത്തിലെ ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വിമർശനം ഹണി റോസ് ഉൾക്കൊള്ളണം എന്ന് പ്രതീക്ഷിക്കുന്നു.